തിരഞ്ഞെടുപ്പ് വിദഗ്ധനായിട്ടുള്ള സുനിൽ കനഗോലു കോൺഗ്രസിന് വേണ്ടി അതിശക്തമായിട്ടുള്ള പ്ലാനിങ്ങുമായി മുന്നോട്ട് പോവുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 150-ൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് നേടിയാൽ മാത്രമേ ലോക്സഭയിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കോൺഗ്രസിന് നന്നായി അറിയാം. അത്തരത്തിലേക്ക് എത്തണമെങ്കിൽ സീറ്റുകൾ എത്രയൊക്കെ വേണം, ഏതൊക്കെ മേഖലയിൽ നിന്ന് വേണം എന്നുള്ളത് കൃത്യമായി തന്നെ പ്ലാനിങ്ങോടുകൂടിയാണ് സുനിൽ കനഗോലു മുന്നോട്ട് ലക്ഷ്യം വയ്ക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും, കേരളത്തിൽ നിന്നും, തെലങ്കാനയിൽ നിന്നും, ആന്ധ്ര, കർണാടക തുടങ്ങിയ മേഖലകളിൽ നിന്നും മാത്രം സീറ്റുകൾ ലഭിച്ചിട്ട് കാര്യമില്ല. ഉത്തരേന്ത്യയിൽ കൂടി സീറ്റുകൾ ലഭിക്കണം. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് ദക്ഷിണേന്ത്യയിൽ നിന്നും കൂടുതൽ സീറ്റുകൾ കിട്ടും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ ഉത്തരേന്ത്യയിൽ കുറഞ്ഞ പക്ഷം എല്ലാം കൂടിയായി ഇന്ത്യ മുന്നണിക്ക് 100-ൽ കൂടുതൽ സീറ്റുകൾ ലഭിച്ചാൽ മാത്രമേ ഒറ്റയ്ക്ക് ഒരു കേവല ഭൂരിപക്ഷം എന്ന രീതിയിലേക്ക് ഇന്ത്യ മുന്നണിക്ക് എത്താൻ കഴിയുകയുള്ളൂ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അതിന് ഉതകുന്ന സാഹചര്യമാണെന്നതും ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധത ഈ രാജ്യത്ത് അലയടിക്കുകയാണെന്നതും സുനിൽ കനഗോലു മാധ്യമങ്ങൾക്ക് തന്നെ കൃത്യമായി കൊടുത്തിരിക്കുന്ന ഒരു അഭിപ്രായമാണ്. ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ മുന്നേറ്റം അത് ഒരിക്കലും തടയാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടിയാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പറയുന്നത്. മുൻകാലങ്ങളിൽ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ പ്രശാന്ത് കിഷോർ പറഞ്ഞ ഒരു ഡയലോഗ്, ഒരിക്കലും നിങ്ങൾക്ക് BJPയുടെ ശക്തി എന്താണെന്നറിയാതെ അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ പ്രശാന്ത് കിഷോറിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. എതിരാളിയുടെ ശക്തി എന്താണ് എന്നുള്ളത് ഇന്ത്യ മുന്നണിക്ക് അറിയാം. എതിരാളി എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെ കൃത്യമായി അവരെ അറ്റാക്ക് ചെയ്യുന്നത്, അവർക്കെതിരെയുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരെ അതിനുവേണ്ടി ബലിയാടാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ തീരുമാനം, ഈ തീരുമാനം ജനങ്ങൾ ശക്തമായി തന്നെ എതിർക്കുമെന്നതും ഈ തീരുമാനം ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളതും വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ള കാര്യം കൂടിയാണ് പ്രശാന്ത് കിഷോറിന് മറുപടി എന്ന രീതിയിൽ തന്നെ സുനിൽ കനഗോലു പറയുന്നത്. കനഗോലുവിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമായി കഴിഞ്ഞിരിക്കുന്നു, ഹിറ്റായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യമാണ്.